കണ്ഠരര് രാജീവർക്കെതിരെ ദേവസ്വം ബോർഡ് നടപടിയെടുക്കുമെന്ന സൂചന നൽകുകയാണ് പ്രസിഡന്റ് കെ ജയകുമാർ. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായത് പിന്നാലെയാണ് നടപടിക്കുള്ള നീക്കം. നിലവിലെ സാഹചര്യത്തിൽ നടപടി ആലോചിക്കേണ്ടി വരും. തീരുമാനമെടുക്കുന്നതിൽ ബോർഡിന് തടസ്സമോ പ്രയാസമോ ഇല്ല. ഇപ്പോൾ അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് കൂടി ജയകുമാർ പറഞ്ഞു വെക്കും. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ടി വരുമല്ലോ. മാറിയ സാഹചര്യത്തിൽ എടുക്കേണ്ടി വരും. തീരുമാനം നിയമപരമായി എടുക്കുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല, മനപ്രയാസവും ഇല്ല. അത് വരട്ടെ, അതിപ്പോൾ സമയമായിട്ടില്ല. MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി അറസ്റ്റിലായതിന് പിന്നാലെ തന്നെ ഇത്തരം ചർച്ചകളൊക്കെ സജീവമായിരുന്നു. ഇപ്പോൾ ബോർഡിന്റെ നിലപാട് എന്താണ്? വിനീത, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിലവിൽ തന്ത്രി കണ്ഠരര് രാജീവര് റിമാൻഡിൽ തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡ് എന്ത് നടപടി ഇനി സ്വീകരിക്കുമെന്ന ഒരു ചോദ്യം ഉയർന്നത്. അതിൽ ഒരു സൂചന കൂടി ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നൽകുന്നുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ദേവസ്വം ബോർഡിന് നടപടിയെടുക്കുന്നതിൽ തടസ്സമില്ല, നിയമപരമായി നടപടിയെടുക്കുന്നതിൽ തടസ്സവുമില്ല, മനപ്രയാസവുമില്ല എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നത്. അക്കാര്യം ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമെങ്കിൽ അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു സൂചന കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്നുണ്ട്. കാരണം ശബരിമലയിലെ കഴിഞ്ഞ വർഷത്തെ തന്ത്രി കണ്ഠരര് രാജീവരായിരുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ഈ രണ്ട് തന്ത്രിമാരിൽ മാറി വരും. കണ്ഠരര് മഹേഷ് മോഹൻരായിരുന്നു ഈ മണ്ഡലകാലം മുഴുവൻ ശബരിമലയിൽ ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ ഇനിയൊരു മണ്ഡലകാലം വരുമ്പോൾ അത് ഏത് തരത്തിൽ ക്രമീകരിക്കുമെന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന് സ്വാഭാവികമായും തീരുമാനമെടുക്കേണ്ടി വരും. അതിൽ നിയമപരമായ കാര്യങ്ങളുണ്ട്. ഒപ്പം ഏത് തരത്തിലായിരിക്കും ദേവസ്വം ബോർഡിന് തന്ത്രിക്കെതിരെ നടപടി എടുക്കാൻ കഴിയുക എന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ പരിശോധന വേണം. എന്തായാലും ദേവസ്വം ബോർഡ് അത്തരത്തിൽ നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഇനി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ വേണമോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കും. നിലവിൽ പക്ഷേ അതിനുള്ളൊരു സൂചന, സാധ്യത ഉണ്ട്. സാധ്യതകളൊന്നും തള്ളിക്കളയുന്നില്ല. ദേവസ്വം ബോർഡ് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് കൈക്കൊള്ളുമെന്നാണ് പറയുന്നത്. ഏതായാലും നടപടിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുമില്ല. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.